SFIO അന്വേഷണത്തിനെതിരായ KSIDC ഹർജിയിൽ കക്ഷി ചേരാൻ ഷോൺ ജോർജ് അപേക്ഷ നൽകി. ഹർജി തിങ്കളാഴ്ച ഹൈക്കോടതി പരിഗണിക്കും. SFIO അന്വേഷണത്തിൽ അടിയന്തര സ്റ്റേ വേണമെന്നുള്ള KSIDCയുടെ ആവശ്യം നേരത്തെ കോടതി തള്ളിയിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി രേഷ്മ ബാബു ചേർന്നുണ്ട്. രേഷ്മ, എങ്ങനെ നോക്കിക്കാണാം? KSIDCക്കെതിരെ SFIO അന്വേഷണം തുടരുന്നതിനിടയിൽ തന്നെയാണ് KSIDC ഹൈക്കോടതിയിൽ നേരത്തെ ഒരു ഹർജി നൽകിയത്. SFIOയുടെ അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു KSIDCയുടെ ഹർജി. ഈ പ്രസ്തുത KSIDCയുടെ ഹർജിയിൽ കക്ഷി ചേരാനായിട്ട് അനുമതി തേടിക്കൊണ്ടാണ് അഡ്വക്കേറ്റ് ഷോൺ ജോർജ് ഹൈക്കോടതി മുൻപാകെ അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. ഈ കമ്പനീസ് ആക്ടിലെ സെക്ഷൻ 212 പ്രകാരം SFIO അന്വേഷണം തുടരുന്നത് തന്റെ കൂടി പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിൽ കേന്ദ്ര സർക്കാർ SFIO അന്വേഷണത്തിന് ഉത്തരവിട്ടത്. അതുകൊണ്ട് തന്റെ ഭാഗം കൂടി കേൾക്കണം എന്നുള്ളതാണ് ഈ കക്ഷിചേരൽ അനുമതി തേടിക്കൊണ്ടുള്ള അപേക്ഷയിൽ ഷോൺ ജോർജ് വ്യക്തമാക്കിയിട്ടുള്ളത്. മാത്രവുമല്ല, തന്നെ കേൾക്കാത്ത പക്ഷം ഈ പ്രസ്തുത KSIDCയുടെ ഹർജിയിൽ ഏതെങ്കിലും തരത്തിലൊരു തീരുമാനം ഹൈക്കോടതി കൈക്കൊള്ളുകയാണെങ്കിൽ അത് നീതി നിഷേധമാണ് എന്നുകൂടി ഈ അപേക്ഷയിൽ ഷോൺ ജോർജ് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. മാത്രവുമല്ല, നേരത്തെ എക്സലോജിക്കിനെതിരായിട്ടുള്ള SFIO അന്വേഷണം അത് തുടരാമെന്ന് കർണാടക ഹൈക്കോടതി വ്യക്തമാക്കിയ ഒരു സാഹചര്യമുണ്ടെന്നും ഈ അപേക്ഷയിൽ ഷോൺ ജോർജ് ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും KSIDCയുടെ ഹർജി തിങ്കളാഴ്ച ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട്. ആ ഹർജിക്കൊപ്പം തന്നെയായിരിക്കും ഷോൺ ജോർജിന്റെ കക്ഷിചേരൽ അപേക്ഷയും ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് പരിഗണിക്കുക. നേരത്തെ KSIDCയുടെ സ്റ്റേ ആവശ്യം, അതായത് SFIO അന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന KSIDCയുടെ ആവശ്യം ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തള്ളിയ ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല, ഹൈക്കോടതി നേരത്തെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അതായത് KSIDCക്ക് ഈ കുറ്റം ചെയ്തിട്ടില്ല എന്ന് ബോധ്യമുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ് ഈ അന്വേഷണത്തെ എതിർക്കുന്നത്, അതിന്റെ ഉദ്ദേശശുദ്ധി എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങൾ ഹൈക്കോടതി മുൻപാകെ വ്യക്തമാക്കണമെന്നാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ കഴിഞ്ഞയാഴ്ച പറഞ്ഞത്. ഈ വാദഗതികൾ ഉന്നയിക്കുന്നതിന് സാവകാശം തേടിക്കൊണ്ടാണ് ഈ തിങ്കളാഴ്ചത്തേക്ക് ഹർജി മാറ്റിയിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ KSIDCയുടെ ഹർജിയിൽ കേന്ദ്ര സർക്കാരിനോട് ഹൈക്കോടതി മറുപടി ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. നാളെ, അതായത് തിങ്കളാഴ്ച ഈ ഹർജി പരിഗണിക്കുന്ന വേളയിൽ കേന്ദ്രം ഇക്കാര്യത്തിൽ മറുപടി രേഖാമൂലം തന്നെ ഹൈക്കോടതിയിൽ വ്യക്തമാക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. കേന്ദ്രം നിലവിൽ പറഞ്ഞിട്ടുള്ളത്, ഈ കുറ്റം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സത്യം പുറത്തു വരേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ട് KSIDC അന്വേഷണവുമായിട്ട് സഹകരിക്കണമെന്നുള്ള ഒരു നിലപാടാണ് വാക്കാൽ ഈ കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. KSIDC പറയുന്നത് യാതൊരു തരത്തിലും അറിയിപ്പ് ലഭിക്കാതെ ഇത്തരത്തിൽ SFIOയുടെ അന്വേഷണം നടത്തുന്നത് അത് നിയമവിരുദ്ധമാണ്. മാത്രമല്ല, പരിശോധനയും ഒപ്പം തന്നെ രേഖകൾ ആവശ്യപ്പെട്ട നടപടിയും അത് തടയണമെന്നുള്ളതായിരുന്നു KSIDC മുന്നോട്ട് വെച്ച ആവശ്യം. പക്ഷേ ഈ അന്വേഷണത്തിന് എന്തിനാണ് ഭയക്കുന്നത്, എന്തെങ്കിലും ഒളിച്ചു വെക്കാനുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങളായിരുന്നു ഹൈക്കോടതി ഇക്കാര്യത്തിൽ KSIDCയോട് ഉന്നയിച്ചത്. എന്തായാലും എന്തുകൊണ്ടാണ് അന്വേഷണത്തെ എതിർക്കുന്നത്, അതിന്റെ ഉദ്ദേശശുദ്ധി എന്താണ് തുടങ്ങിയ കാര്യങ്ങളാണ് തിങ്കളാഴ്ച KSIDC വ്യക്തമാക്കേണ്ടത്. അതിനൊപ്പം തന്നെയാണ് ഷോൺ ജോർജിന്റെ കക്ഷിചേരൽ അപേക്ഷയും ഹൈക്കോടതി പരിഗണിക്കുക. എന്തായാലും തന്നെ കൂടി കേട്ടതിന് ശേഷം മാത്രമേ ഈ KSIDCയുടെ ഹർജിയിൽ ഒരു തീരുമാനം എടുക്കാവൂ എന്നുള്ള ഒരു ആവശ്യമാണ് കക്ഷി ചേരാൻ അനുമതി തേടിക്കൊണ്ടുള്ള അപേക്ഷയിൽ ഷോൺ ജോർജ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. വ്യക്തമാണ്. SFIO അന്വേഷണത്തിനെതിരായ KSIDC ഹർജിയിൽ കക്ഷി ചേരാൻ ഷോൺ ജോർജ് അപേക്ഷ നൽകി. ഹർജി തിങ്കളാഴ്ച ഹൈക്കോടതി പരിഗണിക്കും. SFIO അന്വേഷണത്തിൽ അടിയന്തര സ്റ്റേ വേണമെന്നുള്ള KSIDCയുടെ ആവശ്യം നേരത്തെ കോടതി തള്ളിയിരുന്നു. രേഷ്മയാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.